ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഇന്ന് സാറ് വേറൊരു സാധനം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അതായത് വേറൊന്നുമല്ല, ബച്ചേ കാംപർ ജാ രഹേ ഹേ വലിയൊരു സാമാജിക് പ്രശ്നമാണ് അല്ലെ, വലിയൊരു പ്രശ്നമാണ്, സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് പിള്ളേര് ജോലിക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്തെ എന്താണ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഹിന്ദിയിൽ എഴുതേണ്ടത് ബാൽശ്രമമാണ്. ഓക്കെ, ചൈൽഡ് ലേബർ, ബാലവേല. എല്ലാ പ്രാവശ്യവും എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. ബാലവേലയെ പറ്റിയിട്ട് ചിലപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ബാലവേലയെ പറ്റിയിട്ട് മറ്റൊരു ഫ്രണ്ടിനെ ഇങ്ങനെ ലെറ്റർ എഴുതാനായിരിക്കും ചോദിക്കുക. ഇങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ബാലവേലയെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, എഴുതാൻ അറിഞ്ഞിരിക്കണം. അത് മെയിൻ കാര്യം. പിന്നെ വേറൊരു സംഭവം ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിള്ളേരെല്ലാം ജോലിക്ക് പോകുന്നു, ഓക്കെ, എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, പുസ്തകങ്ങൾ എവിടെ പോയി, ഓക്കെ, ബിൽഡിങ്ങിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾക്ക് എന്തായി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അതിന് അറിഞ്ഞിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നാളെ അത് ചോദിക്കാം. വെറും പ്രഡിക്ഷൻ ആണ്, അല്ലാണ്ട് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അടിച്ചു മാറ്റിയിട്ടൊന്നും അല്ലേ, പോയി കേസൊന്നും കൊടുക്കില്ലേ. ഓക്കേടാ. അപ്പം പുസ്തകങ്ങളെ പറ്റി പറയുന്നത് രംഗ് ബിരംഗി കിതാബും അല്ലെങ്കിൽ രംഗ് ബിരംഗി കിതാബും എവിടെ പോയേക്കുന്നതാണെന്ന് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീമക്കോംനെ കാലിയാക്യ, രംഗ് ബിരംഗി കിതാബും ദീമക്കോംനെ കാലിയാക്യ, ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് കളർഫുൾ ആയിട്ടുള്ള പുസ്തകം ചെതല് അരിച്ചു പോയോ. ഓക്കെ, പിന്നെ കളിപ്പാട്ടങ്ങൾ കിലൗനെ കാലേ പഹാഡിക്ക് നീച്ചെ ദബ് ഗയേക്ക, കറുത്ത പർവ്വതങ്ങൾക്കിടയിൽ അമങ്ങിപ്പോയോ എന്നും ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സാധനമാണ് ബോളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗേന്തോം അന്തരീക്ഷമേം ദബ് ഗയേക്ക, അന്തരീക്ഷത്തിലെ ബോൾ എന്ത് ചെയ്തു, ഗേന്തോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോള്, അന്തരീക്ഷത്തിൽ ബോൾ എന്ത് ചെയ്തു, അപ്രത്യക്ഷമായി പോയോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബിൽഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, സ്കൂളിന്റെ ബിൽഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. മക്കളെ, അവിടെ മദ്രസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് സ്കൂളിന്റെ ബിൽഡിങ്ങിനെയാണ് സ്കൂളിനെയാണ് പറയുന്നത് മദ്രസം എന്ന്. സ്കൂളിന്റെ ബിൽഡിങ്ങിനെ പറയുന്ന പേര് ഇമാരത്ത് എന്നാണ് പറയുന്നത്. തെറ്റിച്ച് കളയരുത്. നാളെ ഇമാരത്ത് എന്ന് പറയുമ്പോൾ സാർ ഇതെന്താണ്, നമ്മൾ പഠിച്ചിട്ടില്ലെന്നോട് അങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. ഇമാരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിൽഡിംഗ് എന്ന് മാത്രമാണ് സ്കൂൾക്ക്. അപ്പം മദ്രസോം കെ ഇമാരത്തെ കിസി ഭൂകമ്പം ദബ് ഗയേക്ക എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഭൂകമ്പത്തില് മദ്രസയില് സ്കൂളിന്റെ ബിൽഡിംഗ് ഇമാരത്തെയും എന്ത് ചെയ്തോ എന്നാണ് ചോദിച്ചേക്കുന്നത്, അമങ്ങിപ്പോയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗ്രൗണ്ടുകൾ, മൈതാൻ, ഓക്കെ, മൈതാൻ പിർ ഗർക്കെ ആംഗൻ, യേ സബ് ഏകായേക് ഗായബ് ഹോ ഗയാ ക്യാ, ഇതെല്ലാം ഒരേ സമയം ഇല്ലാണ്ടായിപ്പോയോ. ഖത്തം ഹോ ഗയാ ക്യാ എന്നാണ് പറയുന്നത്, ഗായബ് എന്നല്ല, ഖത്തം ഹോ ഗയാ ക്യാ, ഇല്ലാണ്ടായിപ്പോയോ. അതായത് മൈതാനം, പിന്നെ ഈ പറയുന്ന വീടിന്റെ മുറ്റം, ഇതൊന്നും ഇല്ല. പിന്നെ പുസ്തകമില്ല, മൈതാനമില്ല, കളിപ്പാട്ടങ്ങളില്ല, ഇതൊന്നുമില്ല, സ്കൂളിന്റെ ബിൽഡിങ് ഒന്നും കാര്യങ്ങളില്ല. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ ബാക്കി എന്താ ഉള്ളതെന്നാണ് ആ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് അറിഞ്ഞിരിക്കുക. മാച്ച് ദ ഫോളോയിങ്ങിനായിട്ട് ചോദിക്കും, വീടിന്റെ മുറ്റത്തിനെ പറ്റി ചോദിക്കും, മുറ്റത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. എക്കായക്ക് ഖാലി ഹോ ഗയ, ഖത്തം ഹോ ഗയ അങ്ങനെ ആയിരിക്കും പറയുക. പിന്നെ രംഗ് ബിരംഗി കിതാബും എന്തായിപ്പോയി, ദീമക്കോംനെ കാലിയ. ഓക്കെ, പിന്നെ ഗേന്തോമിന് എന്ത് സംഭവിച്ചു, അന്തരീക്ഷമേ ഗായബ് ഹോ ഗയ ക്യാ. പിന്നെ ബിൽഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. എന്താ ബിൽഡിങ്ങിനെ പറ്റി പറയുന്നേ, നമ്മുടെ മദ്രസവും കെ ഇമാരത്തും കിസി ഭൂകമ്പേ ഡഹ് ഗയ ക്യാ, ഭൂകമ്പത്തില് ഇടിഞ്ഞു പോയോ എന്നുള്ളതാണ് പിന്നെ ചോദിക്കുന്നത്. അടുത്തത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, കിലൗനോക്കോ ക്യാ ഹുവ, കളിപ്പാട്ടങ്ങൾ എന്ത് ചെയ്തു, കാലേ പഹാഡിക്ക് നീച്ചെ ദബ് ഗയ ക്യാ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ അകത്ത്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കും. കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. ഓൾ ദ ബെസ്റ്റ് പിള്ളേരെ.